കഴിഞ്ഞ വ്യാഴാഴ്ച, കൃത്യമായി പറഞ്ഞാൽ 2025 ഓഗസ്റ്റ് 21 മനോരമ ഓൺലൈനിൽ ഒരു വാർത്തയുണ്ട്. ആക്ഷേപം പിൻവലിച്ച് ഖേദപ്രകടനം നടത്തിയില്ലെങ്കിൽ നിയമ നടപടി, എസ് ജയശങ്കറിനെതിരെ കെ എ പോൾ എന്നാണ് അതിൻ്റെ തലക്കെട്ട്. കൊച്ചിയിൽ നിന്നുള്ള വാർത്തയാണ്. യമനിൽ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനായി താൻ വ്യാജ പണപ്പിരിവ് നടത്തുകയാണെന്ന ആക്ഷേപം പിൻവലിച്ച് ഖേദപ്രകടനം നടത്തിയില്ലെങ്കിൽ കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനും ആക്ഷൻ കൗൺസിൽ അഭിഭാഷകൻ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രനുമെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് കെ എ പോൾ അറിയിച്ചതായാണ് വാർത്തയുടെ ഉള്ളടക്കം. പതിവ് പോലെ അദ്ദേഹം തൻ്റെ അവകാശവാദങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. താൻ നിമിഷപ്രിയയുടെ മോചനത്തിനു വേണ്ടി കുറച്ചു കാലമായി പ്രവർത്തിക്കുകയാണ്. യമൻ നേതാക്കളുമായും ഹൂത്തി നേതാക്കളുമായും നിരന്തരമായി തുടർച്ചയായി ആശയവിനിമയം ഇക്കാര്യത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന അദ്ദേഹത്തിൻ്റെ അവകാശവാദം കൂടി ആ വാർത്തയിലുണ്ട്. നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട അദ്ദേഹം എന്തുതരം ഇടപെടലാണ് നടത്തുന്നത് എന്ന് അദ്ദേഹത്തിന് മാത്രം അറിയുന്ന കാര്യമാണ്. കേന്ദ്ര സർക്കാരിനോ ആക്ഷൻ കൗൺസിലിനോ ഒന്നും അതേക്കുറിച്ച് യാതൊരു ധാരണയുമില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. കെ പോൾ ഒരു സുവിശേഷകനാണ്. അദ്ദേഹത്തിന് സ്വാഭാവികമായി ക്രൈസ്തവ മേധാവികളുമൊക്കെയായി, അവിടെയുള്ള ആളുകളുമൊക്കെയായി ബന്ധപ്പെടാനുള്ള സൗകര്യമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചാൽ പോലും അവിടെ കേസിനെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കാവുന്ന ഇടപെടൽ നടത്താൻ അവിടെയുള്ള ക്രൈസ്തവ നേതാക്കൾക്കോ അല്ലെങ്കിൽ കെ പോളിനോ സാധിക്കില്ല എന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടാണ് കെ പോൾ നിരന്തരമായി മലയാളത്തിലെ ചില മാധ്യമങ്ങളിൽ വാർത്തയായി നിറയുന്നത് എന്ന് ചോദിച്ചാൽ, ആ മാധ്യമ സ്ഥാപനങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട ചില അജണ്ടകളുണ്ട് എന്ന് മാത്രം പറഞ്ഞു വെക്കുകയാണ് നല്ലത്. കെ പോളുമായി ബന്ധപ്പെട്ടുണ്ടായ മറ്റൊരു വാർത്ത, ഈ വാർത്ത വന്നതിൻ്റെ തൊട്ടു പിറ്റേന്നാണ് ശ്രദ്ധയിൽപ്പെട്ടത്. അതിങ്ങനെയാണ്: സുപ്രീം കോടതിയിൽ കെ പോൾ ഹർജി നൽകി നിമിഷപ്രിയയുടെ വധശിക്ഷ ഓഗസ്റ്റ് 24-നോ 25-നോ നടപ്പാക്കും എന്നാണ് ആ ഹർജിയിൽ ഉണ്ടായിരുന്നത്. മാധ്യമങ്ങൾ നിമിഷപ്രിയ സംഭവവുമായി ബന്ധപ്പെട്ട് വാർത്തകൾ നൽകുന്നത് വിലക്കണം. ഈ വിഷയത്തിൽ ഇടപെട്ട ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി ബഹുമാന്യരായ കാന്തപുരം ഉസ്താദ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് തടയണം എന്നീ ആവശ്യങ്ങൾ കൂടി ആ ഹർജിയിലുണ്ടായിരുന്നു. കോടതി ഇന്നലെ ഹർജി പരിഗണിച്ചു. സാമാന്യം കടുത്ത ഭാഷയിൽ തന്നെ കെ പോളിനെ ശകാരിക്കുകയും പ്രശസ്തിക്ക് വേണ്ടിയുള്ളതാണോ ഈ തരത്തിലുള്ള ഹർജി എന്ന് ചോദിക്കുകയും ഒടുവിൽ ഹർജി പിൻവലിക്കേണ്ടി വരികയും ചെയ്തു. ഇന്നലെയാണ് ഓഗസ്റ്റ് 25. ഇന്നലെ രാത്രി വരെയും അവിടെ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കിയതായി ഒരു വിവരവും ലഭ്യമല്ല. എന്ന് മാത്രമല്ല, നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കാൻ തീരുമാനിച്ചു എന്ന് ബഹുമാന്യരായ കാന്തപുരം ഉസ്താദിൻ്റെ ഓഫീസ് നേരത്തെ തന്നെ അറിയിച്ചതാണ്. ഉസ്താദ് തന്നെ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ തങ്ങൾക്കിനി ഈ വിഷയത്തിൽ റോൾ എടുക്കേണ്ടതില്ല, തങ്ങൾ ഈ വിഷയത്തിൽ ഇനി പ്രത്യേകമായ എന്തെങ്കിലും റോൾ എടുക്കുന്നില്ല എന്നും ബാക്കി കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ ചെയ്യട്ടെ എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഉസ്താദ് ഈ വിഷയത്തിൽ ഇടപെട്ടത് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. കേന്ദ്ര സർക്കാരിന് അവിടെ നയതന്ത്രപരമായ ഇടപെടലിന് ചില പരിമിതികളുണ്ട്. അക്കാര്യം അറ്റോർണി ജനറൽ തന്നെ സുപ്രീം കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അനിവാര്യമായൊരു സന്ദർഭത്തിൽ ആക്ഷൻ കൗൺസിലിൻ്റെ അഭ്യർത്ഥന പ്രകാരമാണ് ഉസ്താദ് ഈ വിഷയത്തിലേക്ക് വരികയും അവിടെയുള്ള സൂഫി പണ്ഡിതരുമായി, അവിടെയുള്ള മതനേതൃത്വവുമായി സംസാരിച്ച് കൊല്ലപ്പെട്ട തലാലിൻ്റെ കുടുംബത്തോടുകൂടി ആലോചിച്ചതിന് ശേഷം നിമിഷപ്രിയയുടെ വധശിക്ഷയിൽ വഴിത്തിരിവുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുള്ളത്. അത് ഏറെക്കുറെ ഫലപ്രാപ്തിയിലെത്തി എന്നാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് ഉസ്താദ് പറഞ്ഞത് വധശിക്ഷ റദ്ദാക്കി കഴിഞ്ഞു, ഇനിയുള്ള കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ തീരുമാനിക്കട്ടെ എന്ന്. വധശിക്ഷ റദ്ദാക്കിയാലും മോചനം എളുപ്പമാകണമെന്നില്ല. കാരണം ഒരാൾക്ക് അവിടെ വധശിക്ഷ വിധിച്ചാൽ അത് റദ്ദാക്കാനുള്ള അധികാരം കോടതിക്കുണ്ട്. ഏത് പശ്ചാത്തലത്തിൽ? ഒന്നുകിൽ ഈ കുടുംബം നിരുപാധികം മാപ്പ് നൽകണം, അതല്ലെങ്കിൽ പ്രായശ്ചിത്ത ധനം സ്വീകരിച്ചുകൊണ്ട് മാപ്പ് നൽകാൻ സന്നദ്ധമാകണം. ഈ രണ്ട് ഘട്ടങ്ങളിൽ നിമിഷപ്രിയയ്ക്ക് എന്നല്ല, അവിടെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന ഏതൊരാൾക്കും വധശിക്ഷയിൽ നിന്ന് ഒഴിവാകാൻ കഴിയും. പൂർണ്ണമായും മറ്റു ശിക്ഷാ വഴികളിൽ നിന്ന് ഒഴിവാകാൻ കഴിയണമെന്നില്ല. അത് കോടതിയുടെ വിവേചനാധികാരമാണ്. നമ്മുടെ മുമ്പിൽ മറ്റൊരു കേസുണ്ട്. സൗദി ജയിലിൽ കഴിയുന്ന
റഹീമിന്റെ കേസ് നമ്മുടെ മുമ്പിലുണ്ട്. റഹീം അവിടെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടതാണ്. പക്ഷേ കുടുംബം പ്രായശ്ചിത്തനം സ്വീകരിച്ച് വധശിക്ഷയിൽ ഇളവ് ചെയ്യാനുള്ള സന്നദ്ധത അറിയിച്ചു. കോടതി അത് അംഗീകരിച്ചു. പക്ഷെ അപ്പോഴും കോടതി 20 വർഷം ജയിൽ ശിക്ഷ അനുഭവിക്കണമെന്ന് വിധിച്ചു. ഇക്കാലം അത്രയും അനുഭവിച്ച ജയിൽവാസത്തെ കണക്കാക്കി 20 വർഷത്തിലേക്ക് ശേഷിക്കുന്ന കാലയളവ് എത്രയാണോ അത് ജയിൽ ശിക്ഷയായി തുടരുമെന്നാണ് കോടതി തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ റഹീം ഇപ്പോഴും ജയിലിൽ തുടരുകയാണ്. നിമിഷപ്രിയയുടെ കേസിൽ ഇനി എന്താണ് അവിടുത്തെ കോടതി വിധിക്കുക എന്നതിനെ കുറിച്ച് തീർപ്പ് പറയാൻ കഴിയില്ല. അത് കോടതി തീരുമാനിക്കേണ്ട കാര്യമാണ്. വധശിക്ഷ ഒഴിവായാൽ പോലും മറ്റു ശിക്ഷകളിൽ നിന്ന് അവർ ഒഴിവാകണം എന്നില്ല. അവിടെ ക്രൈം നടന്നില്ല എന്നും ഈ പറഞ്ഞതിനൊന്നും അർത്ഥമില്ല. ബഹുമാന്യരായ ഉസ്താദ് ഇടപെട്ടു. ഇടപെട്ട് അവിടെയുള്ള പണ്ഡിത നേതൃത്വവുമായും മതനേതൃത്വവുമൊക്കെയായി ചർച്ച ചെയ്ത് ഈ വിഷയത്തിൽ ഒരു വഴിത്തിരിവ് ഉണ്ടാക്കിയപ്പോഴാണ് ചില ആളുകൾക്ക് തങ്ങളുടെ ഇടം നഷ്ടമാവുകയാണോ എന്ന ഭീതി ഉണ്ടായത്. ഒരു മുസ്ലിം പണ്ഡിത ശ്രേഷ്ഠരുടെ നേതൃത്വത്തിൽ നടന്ന ഇടപെടലാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കാൻ ഇടയായത് എന്ന് വരികയാണെങ്കിൽ തങ്ങളുടെ അന്നം മുട്ടിപ്പോകുമോ എന്ന് ചിലരെങ്കിലും ഭയപ്പെട്ടിരുന്നു എന്നാണ് തുടർന്നുണ്ടായ ചിലരുടെ അവകാശവാദങ്ങളിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്. ആ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നവരൊക്കെ അവർക്ക് ക്രെഡിറ്റ് ആവശ്യമുണ്ടെങ്കിൽ എടുത്തുകൊള്ളട്ടെ എന്ന് SSFന്റെ പാലക്കാട്ടെ വേദിയിൽ സാഹിത്യോത്സവത്തിന്റെ സമാപന വേദിയിൽ ബഹുവന്യരായ കാന്തപുരം ഉസ്താദ് വ്യക്തമാക്കിയിട്ടുണ്ട്. താൻ ഇത്തരം വിഷയങ്ങളിൽ ഇടപെടാറുള്ളത് അപ്പുറത്തുള്ള ആളുടെ മതം നോക്കിയല്ല എന്ന് ഉസ്താദ് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അവിടെ വധശിക്ഷ കാത്തു കഴിയുന്നത് മുസ്ലിമാണോ, ഹിന്ദുവാണോ, ക്രൈസ്തവരാണോ, മറ്റേതെങ്കിലും മതസ്ഥരാണോ എന്ന് നോക്കിയല്ല, മാനുഷിക പ്രശ്നം എന്ന നിലയിലാണ് ഇത്തരം വിഷയങ്ങളെ സമീപിക്കാറുള്ളത് എന്ന നിലപാട് ഉസ്താദ് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. ഉസ്താദിന്റെ ആദ്യത്തെ അന്താരാഷ്ട്ര ഇടപെടലല്ല ഇത്. ഇതിനു മുമ്പും ഉസ്താദ് മറ്റു പല കേസുകളിലും ഇടപെട്ടിട്ടുണ്ട്. മറ്റു പല ആളുകളുടെയും വേദനകൾക്ക് പരിഹാരം കാണുകയും ചെയ്തിട്ടുണ്ട്. അവിടെ നിലനിൽക്കുന്ന നിയമവ്യവസ്ഥ അനുസരിച്ചാണ് ഉസ്താദ് ഇടപെട്ടിട്ടുള്ളത്. യമനിൽ ഒരാൾ വധശിക്ഷ വിധിക്കപ്പെട്ട് കഴിയുകയാണെങ്കിൽ കൊല്ലപ്പെട്ടയാളുടെ കുടുംബത്തിന് വേണമെങ്കിൽ ഈ വധശിക്ഷ കാത്തു കഴിയുന്ന ആൾക്ക് മാപ്പ് നൽകാവുന്നതാണ്. നേരത്തെ പറഞ്ഞ 2 മാർഗങ്ങളിലൂടെ, ഒന്നുകിൽ നിരുപാധികം അല്ലെങ്കിൽ പ്രായശ്ചിത്തധനം സ്വീകരിച്ചുകൊണ്ട് ആ വഴി തേടുകയാണ് ബഹുമാന്യരായ ഉസ്താദ് ചെയ്തിട്ടുള്ളത്. അവിടുത്തെ നിയമവ്യവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇനി ഇന്ത്യയുടെ താല്പര്യം എന്താണ്? ഇന്ത്യയുടെ താല്പര്യം നിമിഷപ്രിയയെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുക എന്നതാണ്. അഥവാ നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യത്തെ കൂടി മുൻനിർത്തി കേന്ദ്ര സർക്കാരിനെ യഥാസമയം കാര്യങ്ങൾ അറിയിച്ചുകൊണ്ടാണ് ബഹുമാന്യരായ കാന്തപുരം ഉസ്താദ് ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ ഒരു വാദത്തിനിടെ 4-5 തവണ ഉസ്താദിന്റെ പേര് പരാമർശിച്ചപ്പോഴും കേന്ദ്രത്തിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ അതിനെ നിരാകരിക്കാതിരുന്നത്. എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിനെ അറിയിച്ചുകൊണ്ടുള്ള ഇടപെടലാണ് ബഹുമാന്യരായ ഉസ്താദ് നടത്തിയിട്ടുള്ളത്. ഇനി കേന്ദ്രത്തിന്റെ കോർട്ടിലാണ് പന്തുള്ളത്. ആ പന്ത് കേന്ദ്രം ഉപയോഗിക്കട്ടെ. ഞാൻ തുടങ്ങി വെച്ചത് KA പോളിനെ കുറിച്ചാണ്. KA പോൾ ഏതു തരത്തിലുള്ള ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് KA പോളിനും നിമിഷപ്രിയയുടെ കുടുംബത്തിനും മാത്രം അറിയുന്ന കാര്യമായിരിക്കും. നിമിഷപ്രിയയുടെ കുടുംബത്തിന് അറിയാമെന്ന് പറയുന്നത് നിമിഷപ്രിയയുടെ ഭർത്താവ് ടോമി തോമസ് പറഞ്ഞത് KA പോളാണ് ഈ വിഷയത്തിൽ ഇടപെടുന്നത് എന്നാണ്. ഏത് തരത്തിലുള്ള ഇടപെടലാണ് എന്ന് അദ്ദേഹം പിന്നീട് വിശദീകരിക്കുമായിരിക്കും. ഇത് ഇടപെടലിന്റെ പ്രശ്നമല്ല. S ജയശങ്കർ ഈ പരാമർശം നടത്താനിടയായ സാഹചര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. സാമൂഹിക മാധ്യമങ്ങളിലൂടെ നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി സമാഹരണത്തിന് ശ്രമിച്ച ഘട്ടത്തിലാണ് കേന്ദ്രം ഇടപെട്ടിട്ടുള്ളത്. അങ്ങനെ ആരെയും പണം പിരിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന് കേന്ദ്രം വിശദീകരിക്കുകയുണ്ടായി. നോക്കൂ, അത് കേന്ദ്രം ചെയ്യേണ്ട കാര്യമാണ്. രാജ്യത്ത് ഒരു യുവതി ജയിലിൽ കഴിയുന്നു എന്നതിൻ്റെ പേരിൽ ആ ജയിൽവാസത്തെ മുൻനിർത്തി ആരെങ്കിലുമൊക്കെ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് തടയേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ ബാധ്യതയാണ്. കേന്ദ്രം അത് ചെയ്യുക മാത്രമാണ് ചെയ്തത്. അതിന്റെ പേരിലാണ് ജയശങ്കറിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നൊക്കെ ഈ പറയുന്ന KA പോൾ ഭീഷണിപ്പെടുത്തുന്നത്. പോളിന്റെ മാനസിക നിലയുമായി ബന്ധപ്പെട്ട് പലതരം സംശയങ്ങൾ പലരും ഉന്നയിച്ചു കണ്ടിട്ടുണ്ട്. അദ്ദേഹം ഡൽഹിയിൽ നടത്തിയ ഒരു പത്രസമ്മേളനം ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ 2 കാര്യം എനിക്ക് കൗതുകകരമായി തോന്നിയിട്ടുള്ള 2 കാര്യമാണ്. ഒന്ന്, താൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവുകയാണെങ്കിൽ വിദേശകാര്യമന്ത്രി പദവിയിൽ നിന്ന് S ജയശങ്കറിനെ നീക്കം ചെയ്യും. മറ്റൊന്ന്, കേരളത്തിലെ മാതൃഭൂമി പത്രം അടച്ചുപൂട്ടും എന്നാണ്.
അദ്ദേഹം ഏത് സ്വപ്നലോകത്താണ് ജീവിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. അദ്ദേഹത്തെ നയിച്ചു കൊണ്ടിരിക്കുന്നത് ഏതു തരം വികാരമാണ് എന്നും ഈ പറഞ്ഞ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ മനോനിലയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ആർക്കെങ്കിലുമൊക്കെ സംശയിക്കാവുന്ന വിധത്തിലുള്ള സംസാരമാണ് അദ്ദേഹത്തിൽ നിന്നുണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പ്രശ്നം ക്രെഡിറ്റിൻ്റെതാണ് എന്ന് വേണം അനുമാനിക്കാൻ. അങ്ങനെ ക്രെഡിറ്റ് വേണമെങ്കിൽ അദ്ദേഹം എടുത്തുകൊള്ളട്ടെ. പക്ഷെ അദ്ദേഹത്തെ പോലെ അവാസ്തവമായ അസത്യമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളെ കൊണ്ടുവന്ന് അയാൾക്ക് അർഹതയില്ലാത്ത വിധം മാധ്യമ സ്പേസ് നൽകി അയാൾ ആഘോഷിക്കുന്ന മലയാളത്തിലെ മാധ്യമങ്ങൾ ആരുടെ പക്ഷത്താണ് നിൽക്കുന്നത് എന്ന ആലോചനയാണ് എനിക്ക് ഈ സമയത്ത് ആലോചനയാണ് എൻ്റെ ഉള്ളിൽ ഉയർന്നു വരുന്നത്. യഥാർത്ഥത്തിൽ നിമിഷപ്രിയയുടെ മോചനം സാധ്യമാക്കുക എന്നത്, അവരെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുക എന്നത് ഒരു വിശാലമായ താല്പര്യമായാണ് മലയാളികൾ ഏറ്റെടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഉസ്താദ് ഈ വിഷയത്തിൽ ഇടപെടൽ നടത്തിയപ്പോൾ കേരളത്തിലെ എല്ലാ ജനാധിപത്യ മതനിരപേക്ഷ പ്രസ്ഥാനത്തിൻ്റെ ആളുകളും, വർഗീയ പ്രസ്ഥാനങ്ങൾ ഒഴികെയുള്ള എല്ലാ മനുഷ്യരും അതിനെ വളരെ മുക്തകണ്ഠം പ്രശംസിക്കുകയും ആ ഇടപെടലിനെ അഭിനന്ദിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തിട്ടുള്ളത്. പക്ഷേ ആ ഇടപെടലിന് തുരങ്കം വെക്കുന്ന വിധത്തിലുള്ള ചില നീക്കങ്ങൾ കേരളത്തിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട്. അത് വ്യക്തികൾ നടത്തിയിട്ടുണ്ട്, സംഘടനകൾ നടത്തിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ നേരത്തെ ഇടപെടുന്നു എന്ന് പറയുന്ന ചില ആളുകളും ഈ തരത്തിലുള്ള കുത്തിത്തിരിപ്പുമായി ഇറങ്ങിയിട്ടുണ്ട്. അത്തരം കുത്തിത്തിരിപ്പുകാർക്കൊക്കെ എങ്ങനെയാണ് കേരളത്തിലെ മാധ്യമങ്ങളിൽ അനർഹമായ വിധത്തിലുള്ള ഇടം ലഭിക്കുന്നത് എന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന്, ഇപ്പുറത്ത് ഒരു ഇസ്ലാം മത പണ്ഡിതരാണ്, അന്താരാഷ്ട്ര ബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന, അന്താരാഷ്ട്ര തലത്തിലുള്ള മതനേതൃത്വവും ഭരണനേതൃത്വവും ഒക്കെയായി, വിവിധ രാജ്യങ്ങളിലുള്ള ഭരണനേതൃത്വവും ഒക്കെയായി സജീവ ബന്ധം പുലർത്തുന്ന ഒരു മുസ്ലിം പണ്ഡിതരാണ് ഇപ്പുറത്ത് ഇടപെട്ടത് എന്നതുകൊണ്ട് മാത്രം ആ വിഷയത്തിൽ വല്ലാത്ത അസ്വസ്ഥത അനുഭവിക്കുന്ന ആളുകൾ തീർച്ചയായും കെ പോളിനൊപ്പം അവരുടെ കൂടി മാനസിക നില പരിശോധിക്കേണ്ടിയിരിക്കുന്നു.